അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ്മത്തിൻ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, സഹോദരിമാരെ, സഹോദരങ്ങളെ, പ്രിയമുള്ളവരെ, അല്ലാഹു തആല നമുക്കെല്ലാവർക്കും ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് നൽകട്ടെ. പെട്ടെന്നുള്ള മരണങ്ങൾ, അപകട മരണങ്ങൾ, മോശപ്പെട്ട മരണങ്ങൾ, മരണത്തിന് ശേഷം നമ്മുടെ ശരീരം കീറിമുറിക്കുന്ന പോസ്റ്റ്മോർട്ടം വരുന്ന അവസ്ഥയെ തൊട്ടെല്ലാം കരുണാവാരിധിയായ റബ്ബ് നമ്മളെ കാക്കുകയും എപ്പോഴാണോ മരിക്കുന്നത് ആ സമയത്ത് ഈമാൻ സലാമത്താക്കി തന്ന അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുഹറം മാസവുമായി ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്, നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് വരുന്ന ദിവസങ്ങളിൽ അത് ഓരോ ദിവസവും നമ്മൾ എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്, പറയേണ്ടത്, മനസ്സിലാക്കേണ്ടത്, അത് വിശദമായി നമുക്ക് ഓരോ ദിവസവും ക്ലാസ്സുകളിൽ പറയാം. ഇന്ന് മൊത്തത്തിൽ മുഹറം മാസം നമ്മളിലേക്ക് വരാനിരിക്കുന്നു. ആ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ മൊത്തത്തിലൊന്ന് പറയുകയാണ്. ആദ്യം തന്നെ പറയട്ടെ, വരുന്ന മുഹറം മാസം അത് ദുശ്ശകുനത്തിൻ്റെ മാസമാണ്. മുഹറം മാസം ഒന്നിനും കൊള്ളാത്ത മാസമാണ്. കല്യാണം വെക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഒരു പെരതാമസം വെക്കാൻ പാടില്ല, വിവാഹ നിശ്ചയം പാടില്ല, പുതിയൊരു വാഹനം എടുക്കാൻ പാടില്ല, മുഹറം 1 മുതൽ 10 വരെ ഒരു നല്ല കാര്യവും ചെയ്യല്ലേ, അതൊക്കെ വലിയ പ്രശ്നമാകും എന്നൊക്കെ പഴമക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്തെങ്കിലും സത്യം അതിലുണ്ടോ ഉസ്താദേ എന്ന് ചോദിക്കുന്നവരുണ്ട്. ഞാനൊന്ന് പറയട്ടെ, ഈ മുഹറം മാസം 1 മുതൽ 10 വരെ, അതല്ലാത്ത മുഹറം മുഴുവനായും നോമ്പ് പിടിക്കൽ പ്രത്യേകം സുന്നത്താണ്. ഇമാം മുസ്ലിം തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിവായത്ത് ചെയ്യുന്ന ഹദീസ്, അഫ്ളലു സിയാമി ബഅദ റമളാൻ ശഹ്റുല്ലാഹിൽ മുഹറം വഅഫ്ളലു സ്വലാത്തി ബഅദൽ ഫരീളത്ത് സ്വലാത്തുൽ ലൈൽ. അതായത് നോമ്പുകളിൽ റമളാനിൻ്റെ നോമ്പിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠതയുള്ള നോമ്പ് അത് പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ മാസമാകുന്ന മുഹറം മാസത്തിലെ നോമ്പാണ്. അതുപോലെ തന്നെ ഫർദ് നമസ്കാരങ്ങൾക്ക് ശേഷം പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം അത് രാത്രിയിൽ നിസ്കരിക്കുന്ന നിസ്കാരമാണ് എന്ന് ഒരു ഹദീസിലുണ്ട്. അപ്പോൾ പരിശുദ്ധമായ റമളാനിന് ശേഷം ശ്രേഷ്ഠതയുള്ള നോമ്പ് അത് മുഹറം മാസത്തിലെ നോമ്പാണ്. ഈ ഹദീസ് പിടിച്ചിട്ട് നമ്മുടെ മുൻഗാമികളായ ഭൂരിഭാഗം ആളുകളും മുഹറം 1 മുതൽ അല്ലെങ്കിൽ 30 വരെ അല്ലെങ്കിൽ 29 വരെ നോമ്പ് പിടിച്ചിരുന്നു. പ്രത്യേകമായിട്ട് മുഹറം 1 മുതൽ 10 വരെ അവർ എന്തായാലും നോമ്പ് പിടിച്ചിരുന്നു. അപ്പോൾ നോമ്പുകാരായ അവർ കല്യാണം വെച്ചാൽ, അല്ലെങ്കിൽ പെരതാമസം വെച്ചാൽ, അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു നല്ല കാര്യം വെച്ചാൽ അവർക്ക് വന്ന് കൂടാനോ, അല്ലെങ്കിൽ അതിൽ ഭക്ഷണം കഴിക്കാനോ, അതിൽ ഓടിച്ചാടി നടന്ന് കാര്യങ്ങളൊന്ന് എല്ലാം ഒന്ന് നടത്താനോ അവർക്ക് ഒരു പക്ഷേ നോമ്പായതുകൊണ്ട് സാധിച്ചോളണമെന്നില്ല. അപ്പം അതുകൊണ്ടായിരിക്കാം അവരങ്ങനെ പറഞ്ഞത്. അല്ലാതെ ഈ മാസം ദുശ്ശകുനമായ മാസം കൊണ്ടല്ല, ദുശ്ശകുനത്തിൻ്റെ മാസമല്ല. ഇത് നല്ലൊരു മാസമാണ്, വളരെ പവിത്രമായ മാസമാണ്. ഇതിൽ യാതൊരു കുഴപ്പവുമില്ല. എന്ത് നല്ല കാര്യം വേണമെങ്കിലും ചെയ്യാം, ഒരു കുഴപ്പവുമില്ല. ഇതൊക്കെ നമുക്ക് പരിശുദ്ധമായ ഹദീസുകളിലും മറ്റ് മഹത്തുക്കളായ ഇമാമുമാരും പറഞ്ഞു തരുന്നു. കാരണം നല്ല കാര്യങ്ങൾ ഒരുപാട് സംഭവിച്ച ഒരു മാസമാണ് മുഹറം മാസം. ഒരുപാട് പ്രവാചകന്മാർക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു കൊടുത്തു. ആദം നബിക്ക്, ഇദ്രീസ് നബിക്ക്, നൂഹ് നബിക്ക്, മൂസാ നബിക്ക്, യഅ്കൂബ് നബിക്ക്, യൂസുഫ് നബിക്ക്, അതുപോലെ സുലൈമാൻ നബിക്ക്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉൾപ്പെടെ ഒരുപാട് പ്രവാചകന്മാർക്ക് ഒരുപാട് മഹത്വങ്ങളും ശ്രേഷ്ഠതകളും ഒരുപാട് സന്തോഷങ്ങളും അള്ളാഹു താല അറിയിച്ചു കൊടുത്ത ഒരു മാസമാണ് ഈ മുഹറം മാസം. അതുകൊണ്ട് ഈ മുഹറം മാസത്തിന് ഒരു കുഴപ്പവുമില്ല. അതുകൊണ്ട് എന്ത് നല്ല കാര്യം വേണമെങ്കിലും ചെയ്യാം, കുഴപ്പമില്ല. ഇത് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കി വെക്കുക. മുഹറം 1നും കൊള്ളാത്ത മാസമാണെന്നൊക്കെ ആരെങ്കിലും പറഞ്ഞു നടക്കുകയാണെങ്കിൽ അങ്ങനെയൊന്നുമില്ല. കാരണം ഈ മാസത്തിൻ്റെ പേര് തന്നെ ഷഹ്റുല്ലാഹിൽ മുഹറം എന്നാണ്. അള്ളാഹു താല ഈ മാസത്തെ തന്നിലേക്ക് ചേർത്ത് പറയും. ഷഹ്റുല്ലാ, അള്ളാന്റെ മാസം എന്നാണ് പറഞ്ഞത്, അള്ളാന്റെ മാസം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ പരിശുദ്ധമായ മുഹറം മാസം ഈ വരുന്ന ശനിയാഴ്ച മഗ്‌രിബോടുകൂടി നമ്മളിലേക്ക് വരികയാണെങ്കിൽ, നിലാവ് കണ്ട് നമ്മളിലേക്ക് കടന്നു വരികയാണെങ്കിൽ നമ്മൾ ആദ്യം അള്ളാഹുവിന് സ്തുതിക്കലാൻ അൽഹംദുലില്ലാ. കാരണം ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ എത്തുകയാണ്, അല്ലേ? ആയുസ്സിൽ നിന്നും ഒരു വർഷം കഴിഞ്ഞു പോകുന്നു, അത് മറ്റൊരു കാര്യം. മരണത്തിലേക്ക് നമ്മൾ ഒരു വർഷം കൂടി അടുത്തിരിക്കുകയാണ്. അല്ലാതെ നമുക്ക് ആയുസ് കൂടിയതല്ല, മരണത്തിലേക്ക് നമ്മൾ ഒരു വർഷം കൂടി അടുത്തിരിക്കുകയാണ്. അതെന്തുമാവട്ടെ. അപ്പോൾ ആദ്യം തന്നെ അല്ലാഹു അക്ബർ,
اللهم أهله علينا بالأمن والإيمان والسلامة والإسلام والتوفيق لما تحب وترضى ربنا وربك الله. ആ ഒരു ദിക്ർ നമുക്കറിയാം, അത് മറന്നു പോകരുത്. പിന്നെയോ ഒരു മനുഷ്യൻ മുഹറം മാസത്തിന്റെ ആദ്യത്തെ രാവിൽ സൂറത്തുൽ മുൽക്ക് ഓതിയാൽ അവനിക്ക് നിരവധി പ്രതിഫലങ്ങളുണ്ട്. ഒരുപാട് ഇമാമുമാര് പറയുന്നു, ഒരു മനുഷ്യൻ സൂറത്തുൽ മുൽക്ക് ഓതിയാൽ ആ ഒരു മാസവും ആ ഒരു വർഷവും അവനിക്ക് അല്ലാഹു എല്ലാവിധ ഖൈറിന്റെ സലാമത്തിന്റെ ബറക്കത്തിന്റെ ദിനരാത്രങ്ങളാക്കി മാറ്റി കൊടുക്കുമെന്നാണ്. അതുകൊണ്ട് ആ കാര്യം മറന്നു പോവണ്ട. അല്ലാഹു ആദരിച്ച മാസമാണ്. മിൻഹ അർബഅത്തുൻ ഹുറും, മാസങ്ങളുടെ എണ്ണം 12 അതിൽ 4 മാസങ്ങൾ അല്ലാഹു ബഹുമാനിച്ചു. അതിലൊരു മാസമാണ് മുഹറം മാസം. അല്ലാഹു തആല ആദരിച്ചു, അറബികൾ ആദരിച്ചു, അല്ലെ, ലോകം മുഴുവനും ആദരിച്ചു, മലക്കുകൾ ആദരിച്ച മാസമാണ് ഈ മാസം. തൻ്റെ വാപ്പാനെ കൊന്ന ഘാതകൻ, കൊലയാളി മുന്നിലൂടെ പോയാലും മൈൻഡ് ചെയ്യാതെ വിടുന്ന ഒരു സ്വഭാവം അറബികൾക്ക് ഈ മുഹറം മാസത്തിലുണ്ടായിരുന്നു. അതിപ്രധാനപ്പെട്ട മാസമാണ് മുഹറം മാസം. മുഹറം മാസം കടന്നു വരുന്നതിന് മുമ്പേ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ഏതെങ്കിലും ഒരു ദിവസം തൗബ ചെയ്യൽ വളരെ അത്യാവശ്യമാണ്. തൗബ ചെയ്യണം. കാരണം ഒരു പുതിയ വർഷം നമ്മളിലേക്ക് വരുന്നു, ഒരു വർഷം നമ്മളിൽ നിന്നും വിട പറഞ്ഞു പോകുന്നു. അപ്പോൾ ഒരു വർഷം വിട പറഞ്ഞു പോകുന്നു, ഒരു വർഷം വരുന്നു. ഈ ഒരു സംഗമത്തിൻ്റെ ഈ ഒരു സമയത്ത് എന്തായാലും തൗബ ചെയ്യണം. കാരണം പുതിയൊരു വർഷത്തെ നമ്മൾ സ്വീകരിക്കേണ്ടത് നല്ല മനസ്സോടെ. ഹാജിമാരെല്ലാവരും അവർ നല്ല ശുദ്ധ ഹൃദയത്തോടെ, നല്ല പാപമുക്തമായ ശരീരത്തോടു കൂടി നാട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ പാപം ചെയ്തവരായി തന്നെ നിൽക്കാൻ പാടില്ല. നമ്മളും എന്താവണം, അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങണം. ഈ മുഹറം മാസത്തിൽ നമ്മൾ ഒരുപാട് നന്മകൾ ചെയ്യാനുണ്ട്. നോമ്പ് പിടിക്കൽ, നമ്മൾ പറഞ്ഞു, നോമ്പ് പിടിക്കൽ പ്രത്യേകം ശ്രേഷ്ഠതയുള്ളതാണ്. പ്രത്യേകിച്ച് മുഹറം 9-നും 10-നും ഒക്കെ നോമ്പ് പിടിക്കൽ വളരെ പുണ്യമുള്ളതാണ്. പിന്നെ മുഹറം മാസത്തിൽ നമ്മൾ ഏറ്റവും കൂടുതലായി അധികരിപ്പിക്കേണ്ട ഒരുപാട് ദിക്റുകളുണ്ട്, തസ്ബീഹുകളുണ്ട്. അതിൽപ്പെട്ട ഒരു കാര്യമാണ് ആയത്തുൽ കുർസി ഓതുക. 360 പ്രാവശ്യം ആയത്തുൽ കുർസി ഒരു മനുഷ്യൻ ഓതിയാൽ അവനിക്ക് വലിയ പ്രതിഫലമുണ്ട് എന്ന് നമുക്ക് കിതാബുകളിൽ കാണാം. അതൊക്കെ നമുക്ക് വിശദമായി ഇൻഷാ അല്ലാഹ് ആ ഒരു സമയത്ത് പറയാം. പിന്നെ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണം. സൂറത്തുൽ ഇഖ്ലാസ് ഓതൽ പ്രത്യേകം നല്ലതാണ്. പിന്നെയോ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന ദിക്ർ പറയൽ നമുക്ക് പ്രത്യേകം നല്ലതാണ്. മാത്രമല്ല പുതിയൊരു വർഷം നമ്മളിലേക്ക് വരുമ്പോൾ പരമാവധി കഴിയുന്നത് പോലെ സ്വതക്ക കൊടുക്കൽ നല്ലതാണ്. അതുപോലെ സൂറത്തുൽ മുൽക്കിന്റെ കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഇസ്തിഗ്ഫാർ. അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. നല്ല കാര്യങ്ങൾ പറയുക, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക, സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കുക, സുന്നത്തായ കാര്യങ്ങൾ ഒരുപാട് കണ്ട് ചെയ്യുക. ഇതൊക്കെ മുഹറം മാസത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ അമലുകളാണ്. ഈ മുഹറം മാസം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ പ്രധാനമായും 3 ചിന്തകളാണ്. ഒന്നാമത്തെ ചിന്ത, നമ്മുടെ ആയുസ് കുറയുന്നു എന്നാണ്. അല്ലാതെ ആയുസ് കൂട്ടിക്കിട്ടിയെന്നല്ല. മരണത്തിലേക്ക് നമ്മൾ ഒരു വർഷം കൂടി അടുക്കുന്നു, മരണത്തിലേക്ക് ഞാൻ അടുത്തു എന്ന ചിന്ത, മരണചിന്ത നമ്മളിൽ ഉണ്ടാവണം, അല്ലെ, മരണസ്മരണ ഉണ്ടാവണം. എന്നായാലും ഞാൻ മരിക്കും, അല്ലെ, അല്ലാഹുവേ എൻ്റെ മരണം നീ നന്നാക്കി തരണേ അല്ലാ. മാത്രമല്ല ഹിജ്റയുടെ പാഠങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റ വന്നു. ആ ഹിജ്റയെ അടിസ്ഥാനമാക്കിയാണ് ഒരു ഇസ്ലാമിക കലണ്ടർ പ്രകാരം ഏത് മാസമായിരിക്കണം ആദ്യം വരേണ്ടത്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ കാലത്ത് വലിയ ചർച്ചയുണ്ടായി, വലിയ യോഗം കൂടി. പല സ്വഹാബിമാരും പല മാസം പറഞ്ഞു. നമുക്ക് റമദാൻ മാസം വർഷത്തിന്റെ തുടക്കമാക്കാം, അല്ലെങ്കിൽ നമുക്ക് ദുൽഹിജ്ജ മാസമാക്കാം, അല്ലെങ്കിൽ നമുക്ക് ശഅബാൻ മാസമാക്കാം എന്നൊക്കെ പല സ്വഹാബിമാരും പറഞ്ഞു. അവസാനം മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ വന്നു, അല്ലെ, ഹിജ്റ പുറപ്പെട്ടത് ഒരു മുഹറം മാസത്തിനാണെന്ന് നമുക്ക് ചരിത്രത്തിലൊക്കെ അങ്ങനെ കാണാം. അതുപോലെ തന്നെ മുഹറം മാസം, ആ മുഹറം മാസം നമുക്ക് ഒരുപാട് ഓർമ്മകൾ. ഹിജ്റ എന്ന് പറയുമ്പോൾ മക്കയിൽ നിന്നും മദീനയിലേക്ക് നബിതങ്ങൾ പാലായനം ചെയ്തു വന്നു. ആ പാലായനത്തെ അനുസ്മരിച്ചുകൊണ്ട് മുഹറം മാസം ആദ്യം തന്നെ വരട്ടെ എന്ന് മഹാനവകൾ തീരുമാനിക്കുന്നു. മുഹറം, സഫർ, റബിയുൽ അവ്വൽ, റബിയുൽ ആഖിർ, ജമാദുൽ ഊല, ജമാദുൽ ഉഖ്റ, റജബ്, ശഅബാൻ, റമളാൻ, ശവ്വാൽ, ദുൽഖഅദ, ദുൽഹിജ്ജ, 12 മാസം. ഈ 12 മാസങ്ങളിൽ ആദ്യത്തെ മാസം മുഹറം മാസമാണ്. അപ്പോൾ ഹിജ്റയെ നമ്മൾ ഓർക്കണം. ഇൻഷാ അല്ലാഹ് അതൊക്കെ നമുക്ക് പറയാം. അതുപോലെ തന്നെ ഹിജ്റ കലണ്ടർ ഇന്ന് എല്ലാവരും മറന്നു പോകുന്നു. അറബി മാസം മറന്നു പോകുന്നു, അല്ലേ? ഇപ്പോൾ നമ്മുടെ മകൻ്റെ കല്യാണം എപ്പോഴാണ്, അല്ലെങ്കിൽ എപ്പോഴായിരുന്നു, നമ്മുടെ കല്യാണം എപ്പോഴായിരുന്നു, അത് പറയും ജൂലൈ 7, അല്ലെങ്കിൽ ആഗസ്റ്റ് 27, അല്ലെങ്കിൽ ഒക്ടോബർ 3 എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ അറബി ചോദിച്ചാൽ നമുക്കറിയോ, ഹിജ്റ വർഷം ചോദിച്ചാൽ നമുക്കറിയില്ല. കാരണം നമുക്ക് അത്രേ പ്രാധാന്യമുള്ളൂ. ഹിജ്റ കലണ്ടർ
ക്രൈസ്തവരാരും അത് നോക്കാറില്ല, ഹൈന്ദവർ നോക്കാറില്ല, അതുപോലെ ജൂതന്മാർ നോക്കാറില്ല. ആകെ നോക്കാനുള്ളത് മുസ്ലിമീങ്ങളാണ്. പക്ഷെ മുസ്ലിമീങ്ങൾ നമ്മളിൽ പല ആളുകളും അത് മൈൻഡ് പോലും ചെയ്യാറില്ല. അങ്ങനെയല്ല, ഹിജ്റ വർഷം നമ്മൾ അത് പ്രത്യേകം മനസ്സിലാക്കി വെക്കണം. മൂന്നാമത്തെ ഒരു പാഠം മുഹറം മാസത്തിലെ അനുഷ്ഠാനങ്ങളാണ്. നോമ്പ് പിടിക്കുക, അതുപോലെ തന്നെ ഖുർആൻ ഓതുക, സ്വതക്ക കൊടുക്കുക, ഇസ്തിഗ്ഫാർ പറയുക, അതുപോലെ തന്നെ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുക. പിന്നെ ഷിയാക്കളും അതുപോലെ തന്നെ മറ്റുള്ള ചില ആളുകളൊക്കെ മുഹറം മാസത്തിൽ ഒരുപാട് കാട്ടിക്കൂട്ടലുകൾ നടത്തുന്ന, ശരീരത്തിൽ മുറിവേൽക്കുക, അതൊന്നും ഇസ്ലാമികപരമല്ല. അതല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പ്രഥമ രാത്രിയിൽ നമ്മൾ എഴുതിവെക്കൽ, അത് നല്ലതാണ്. അത് ഒരുപാട് നമുക്ക് കിതാബുകളിൽ കാണാം. ഇൻഷാ അല്ലാഹ് അതൊക്കെ വിശദമായിട്ട് നമുക്ക് പറയാം. അപ്പോൾ നിരവധി കാര്യങ്ങൾ മുഹറം മാസവുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാനുണ്ട്, നമുക്ക് പറയാനുണ്ട്. അപ്പോൾ മുഹറം മാസം കടന്നു വരുന്നു. തൗബയാണ് പ്രധാനം. നമ്മൾ ഏത് സമയത്തും ദിക്റുകൾ പറഞ്ഞാൽ അള്ളാഹുവിന് നമ്മളെ വളരെയധികം ഇഷ്ടം കൂടുമെന്നാണ്. ദിക്റുകൾ പറയുന്നവരെ മലക്കുകൾ ഇഷ്ടപ്പെടും. മലക്കുകൾ ഒരാളെ ഇഷ്ടപ്പെട്ടാൽ അത് അള്ളാഹു ഇഷ്ടപ്പെട്ടതിന് തുല്യമാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് മലക്കുകളുടെ ഇഷ്ടവും അള്ളാഹുവിൻ്റെ ഇഷ്ടവും നമുക്ക് വേഗത്തിൽ കിട്ടാനും കത്തിക്കാളുന്ന നരകത്തിൽ നിന്ന് വളരെയധികം വേഗത്തിൽ മോചനം കിട്ടാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിതത്തിൽ പറഞ്ഞിട്ടുള്ള ദിക്റുകളിൽ പ്രധാനപ്പെട്ടതുമായ ഒരു ദിക്റാണ് അല്ലാഹുമ്മ അജിർനി മിനന്നാർ എന്ന ദിക്ർ. നമ്മൾ ഈ ഒരു ദിക്ർ മഗ്രിബ് നിസ്കാരത്തിന് ശേഷവും സുബഹി നിസ്കാരത്തിന് ശേഷവും 7 പ്രാവശ്യം വീതം പറയാൻ പ്രത്യേകം സുന്നത്തുണ്ട്. അതുപോലെ തന്നെ ഈ ഖുതുബ ഓതുമ്പോൾ ഖത്തീബ് ഉസ്താദ് അല്ലാഹുമ്മ അജിർനി മിനന്നാർ എന്ന് 3 പ്രാവശ്യം ആവർത്തിച്ച് പറയാറുണ്ട്. അപ്പോൾ അതായത് പ്രധാനപ്പെട്ട സമയങ്ങളിലെല്ലാം നമ്മൾ ഈ ഒരു ദിക്ർ പറയേണ്ടതാണ്. അല്ലാഹുമ്മ അജിർനി മിനന്നാർ, അല്ലാഹുവേ കത്തിക്കാളുന്ന നരകത്തിൽ നിന്ന് നീ എന്നെ മോചിപ്പിക്കണേ, അതാണ് അതിൻ്റെ അർത്ഥം. അല്ലാഹുമ്മ അജിർനി മിനന്നാർ, 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 അല്ലാഹുമ്മ
اللهم أجرني من النار 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 الحمد لله الله تعالى നരകത്തിൽ നിന്നുള്ള മോചനം നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും ഭാര്യ സന്താനങ്ങൾക്കും ബന്ധുമിത്രാദികൾ എല്ലാവർക്കും അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നരകത്തെ കണ്ണുകൊണ്ട് പോലും കാണുന്ന ഒരു അവസ്ഥയെ തൊട്ട് അല്ലാഹു നമ്മളെ കാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറയുന്നതും കേൾക്കുന്നതുമായ മുഴുവൻ കാര്യങ്ങളും സ്വീകരിക്കുമാറാവട്ടെ. ഈ മുഹറം മാസത്തെ പരിപൂർണമായി പ്രയോജനപ്പെടുത്തി അതുവഴി സ്വർഗ്ഗത്തിൽ കടക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പിന്നെ മുഹറം മാസത്തിൻ്റെ അതിപ്രധാനപ്പെട്ട ഒരു അമലാണ് നമ്മൾ പറഞ്ഞല്ലോ നോമ്പ് എന്നുള്ളത്. അപ്പോൾ ഈ നോമ്പ് പിടിക്കുമ്പോൾ നമുക്ക് റമളാനിൽ നഷ്ടപ്പെട്ടു പോയ ഖളാ ആയ നോമ്പുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ നമുക്ക് പിടിച്ചു വീട്ടാൻ പറ്റുന്നതാണ്. റമളാനിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് അത് മുഹറം മാസത്തിൻ്റെ നോമ്പാണെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകൾ നമുക്ക് കാണുവാൻ പറ്റും. ഇത് അള്ളാഹുവിൻ്റെ മാസമാണ്. അതുകൊണ്ട് ഈ മാസത്തെ ബഹുമാനിക്കണം. അള്ളാഹു തആല തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ മുഹറം മാസത്തിൻ്റെ എല്ലാ അമലുകളും നമ്മളിപ്പോൾ വളരെ ചുരുക്കിയാണ് പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് വിശദമായി ഓരോ അമലുകളും എപ്രകാരമാണ് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് പറയാം. ഇന്നത്തെ ക്ലാസ്സിൽ പ്രത്യേകം ദ്വാരക്കണം എന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ദ്വാരക്കുന്നുണ്ട്. ഓരോ വീഡിയോകൾക്ക് താഴെ ആരെല്ലാം എന്തെല്ലാം കാര്യങ്ങൾ ദ്വാ ചെയ്യാൻ പറയുന്നു, ദ്വാ വസിയത്ത് പറയുന്നു, എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും അല്ലാഹു മാറ്റിക്കൊടുക്കട്ടെ. ഹലാലായ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കുമാറാവട്ടെ. രോഗങ്ങൾക്ക് അല്ലാഹു തആല ശിഫാ നൽകട്ടെ. അതുപോലെ തന്നെ മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.